പ്രിയമുള്ളവരെ നമസ്കാരം. ഒരേ വിഷയത്തിൽ ആവർത്തിച്ച് സംസാരിക്കുകയല്ല, ആവർത്തിച്ച് സംസാരിക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ സംശയരൂപേണ ഉന്നയിക്കുന്നത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഒരേ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൂടി മറുപടി പറയണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ എന്നോട് പങ്കുവച്ച അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, എല്ലാ അഭിപ്രായങ്ങളിലും അഖിലേട്ടനോട് യോജിക്കുന്ന ഞങ്ങൾ ദിലീപിൻ്റെ വിഷയത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് എന്നെ സ്നേഹിച്ചിട്ട് എന്നെ എതിർക്കുന്ന ആൾക്കാരും അതുപോലെ ദിലീപ് വിഷയത്തിൽ ഞാനെടുത്ത നിലപാടിനെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ദിലീപ് ഏട്ടനെ സ്നേഹിക്കുന്നവർക്കോ ഇന്നലകളിൽ ദിലീപ് നിരപരാധിയല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ അവരുടെ കയ്യടി കിട്ടാനോ വേണ്ടിയിട്ടല്ല. ഈ വിഷയത്തിൽ എതിർത്ത് സംസാരിക്കുന്നവർക്ക്, അതായത് അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള നിലപാട് സ്വീകരിച്ചു ദിലീപ് പ്രതിയാക്കപ്പെടണമെന്ന് മനസ്സിൽ ഉറച്ച നിലപാടുമായി, ഉറച്ച വിശ്വാസമായി പോയി ഈ കോടതി വിധിയിൽ സംശയം രേഖപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട സാഹചര്യം വരുന്നത്. അതിൽ ഒരുപാട് പേർ എന്നോട് ചോദിച്ച സംശയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ പൾസർ സുനി എന്തിനാണ് ഇത് ചെയ്തത് എന്ന ഒരു പ്രധാനപ്പെട്ട സംശയം പല ആൾക്കാരും എന്നോട് ചോദിച്ചു. വളരെ ലളിതമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നുകിൽ പൾസർ സുനി ഈ നടിയെ ഉപദ്രവിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും പണം തട്ടിയെടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കാം പൾസർ സുനി ഇത് ചെയ്തത്. ഇനി എന്തുകൊണ്ട് പൾസർ സുനി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പൾസർ സുനിയുടെ പേരിൽ ഇതിനു മുൻപും ഇതേപോലത്തെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ഉപദ്രവിച്ച് ദൃശ്യങ്ങൾ പകർത്തി അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിൻ്റെ പരാതികൾ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പൾസർ സുനിക്ക് വേണമെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം ആരുടെയും ആഹ്വാനമില്ലാതെ ഈ ഒരു കേസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പീഡന കേസിൽ മാത്രം ഗൂഢാലോചനയുണ്ടെന്ന് വിശ്വസിക്കുകയും കേരളത്തിൽ നാളിതുവരെ നടന്ന എല്ലാ ബലാത്സംഗങ്ങളും ആ പ്രതി മാത്രം ചെയ്തതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിലെ യുക്തിരാഹിത്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, പൾസർ സുനി ഇത് ചെയ്തെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ട് തന്നെയാണിത് ചെയ്തത് എന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ദിലീപും ഇരയാക്കപ്പെട്ട ഈ നടിയും തമ്മിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മുൻനിർത്തി ദിലീപ് എന്ന് പറയുന്ന നടനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റാരെങ്കിലും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയോട് ആവശ്യപ്പെടുകയും മറ്റാർക്കെങ്കിലും വേണ്ടി പൾസർ സുനി ഇപ്രകാരം ചെയ്യുകയും അങ്ങനെ ചെയ്ത പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞതാകാനും ഒരു പോസിബിലിറ്റിയാണ് ഇതിലുള്ളത്. ഇനി ഈ കേസിൻ്റെ നാൾ വഴികൾ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഞാനൊന്നും ഇത് മറന്നിട്ടേയില്ല. 2017 ഫെബ്രുവരി മാസമാണ് ഈ കേസിൽ പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട പൾസർ സുനി ആദ്യം പറയുന്നുണ്ട്, ഈ കേസിൽ ഞാൻ മറ്റൊരാൾ പറഞ്ഞിട്ടത് ചെയ്തതാണ്, എന്നെക്കൊണ്ടിത് ചെയ്യിപ്പിച്ചതാണെന്നാണ് പൾസർ സുനി ആദ്യം പറയുന്നത്. അങ്ങനെ പൾസർ സുനി ഇത് പറയുന്ന സമയത്ത് കേരള പോലീസ് സുനിയുടെ ഈ ഒരു മൊഴിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് വിളിച്ച് പറയുന്നതാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അന്വേഷിക്കുകയും കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്, ഇത്തരം ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ഗൂഢാലോചനയും ഇല്ല എന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായ TP സെൻകുമാറും പറയുന്നു, ഇത് ഈ വിഷയത്തിൽ യാതൊരുവിധ ഗൂഢാലോചനയും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ കേസ് കുറേ നാൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ദിലീപ് എന്ന് പറയുന്ന നടനെ അദ്ദേഹത്തിന് ചില ത്രെട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിനെതിരെ പണം തട്ടാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ഒരു പരാതി പോലീസിലേക്ക് കൊടുക്കുന്നു. ഇതേ സെയിം സമയത്ത് പൾസർ സുനി ദിലീപിന് ഒരു കത്ത്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കത്ത് എഴുതുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ സുനിക്ക് കത്തെഴുതാനുള്ള പേനയും പേപ്പറും തയ്യാറാക്കി കൊടുത്ത് ആ കത്തിലെ, ആ എഴുത്തിലെ വാചകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ചിരിച്ചു മരിച്ചു പോകുന്ന ഒരു കത്ത്, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു കത്ത് പൾസർ സുനി തയ്യാറാക്കുന്നു. 10,000 രൂപയാണ് തനിക്ക് കൊട്ടേഷന്, 1.5 കോടി രൂപ തരാമെന്ന് പറഞ്ഞ് എന്നെ ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു. 10,000 രൂപയാണ് എനിക്ക് അഡ്വാൻസ് ആയിട്ട് നൽകിയതെന്ന് പറയുന്നു. നോക്കൂ, ഇതിനകത്തുള്ള ഈ ലോജിക്കില്ലായ്മ ഇവിടം തൊട്ട് തുടങ്ങുകയാണ്. 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ ദിലീപിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി 10,000 രൂപയാണോ അഡ്വാൻസ് വാങ്ങുക?
2012 മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹമോചനം നടക്കുന്നത്. 2013 മുതൽ ഞങ്ങൾ ഗൂഢാലോചന നടത്തി എന്നാണ് ദിലീപും പൾസർ സുനിയും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് പൾസർ സുനി പറയുന്നത്. പക്ഷേ തമ്മിൽ കണ്ടിട്ടുള്ളത് 3-4 പ്രാവശ്യം മാത്രമെന്ന് പൾസർ സുനി പറയുന്നു. ദിലീപ് കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ദിലീപിൻ്റെ സ്റ്റാൻഡ്. എന്നോടും വ്യക്തിപരമായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പൾസർ സുനി പറഞ്ഞ പ്രകാരം 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, ഇപ്പോൾ ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങളെടുക്കാൻ 4 വർഷം കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു സ്വാഭാവിക സംശയങ്ങൾ അവിടെ നിൽക്കെ 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ എടുത്തിട്ട് 10,000 രൂപ ഒരുത്തൻ അഡ്വാൻസായി വാങ്ങുമോ? ഇനി ദിലീപ് ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു കേസിൽ പൾസർ സുനി ജയിലിൽ പോകുന്നു. ഫെബ്രുവരി മാസം ജയിലിൽ പോകുന്നു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസങ്ങൾക്കുള്ളിൽ താൻ പറഞ്ഞ കൊട്ടേഷൻ എമൗണ്ട് കൊടുത്ത് മലയാള സിനിമയിൽ ആ സമയത്ത് സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് 1.5 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടാണ്. ദിലീപിനെ സംബന്ധിച്ച് അതൊരു ചെറിയ എമൗണ്ടാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ദിലീപ് ഈ കേസിനകത്ത് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അതായത് തൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ പൾസർ സുനിയുടെ ഈ കത്തുമായി ബന്ധപ്പെട്ട് അന്നത്തെ DIG ആണെന്നാണ് IG ആണെന്നാണ് എൻ്റെ ഓർമ്മ, സന്ധ്യ. ഈ ബി സന്ധ്യ എന്ന് പറയുന്ന മാഡം ഇവർ ആ സമയത്ത് കാണിച്ചിട്ടുള്ള ഒരു മാധ്യമ ഷോ ഓഫിൻ്റെ ബലത്തിൽ ദിലീപിനെതിരെ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന അർത്ഥത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങളൊക്കെ വരികയാണ്. അന്നത്തെ പോലീസ് മേധാവി വീണ്ടും ഈ ഒരു മാഡത്തിൻ്റെ, അതായത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ അനാവശ്യമായ മാധ്യമങ്ങളുടെ മുമ്പിൽ വാർത്താ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്ന ഒരു ഷോ ഓഫ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് DGP സെൻകുമാർ ഇരിക്കുന്ന സമയം വരെയും ഈ കേസിൻ്റെ തുടരന്വേഷണം മുന്നോട്ട് പോയില്ല. പിന്നെ ബെഹ്റ എന്ന് പറയുന്ന കേരളം കണ്ട പരമമോഴയായ പരമമണ്ടനായ ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരുവനെ പിടിച്ച് കേരളത്തിൻ്റെ DGP ആക്കി നിയമിക്കുന്നു. ഈ മൊണ്ണയായ ഒരു DGP അധികാരത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം ആർക്കും പോലീസ് സേനയെ നിയന്ത്രിക്കാമെന്ന അവസ്ഥയിൽ IG സന്ധ്യ അവിടെ മുതൽ തൻ്റെ കളികൾ ആരംഭിക്കുകയാണ്. ദിലീപിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ദിലീപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. നോക്കൂ, ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരുവൻ ഒരു കാരണവശാലും പോലീസിൽ ഈ വിഷയത്തിൽ തനിക്കെതിരെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലാൻ നിൽക്കില്ല. 2, ഏത് വിധേനയും പൾസർ സുനിക്ക് 1.5 കോടി രൂപ കൊടുത്ത് സമാധാനമായിട്ട് മലയാള സിനിമയിൽ താൻ അതുവരെ തുറന്നു വന്നിരുന്ന പദം അലങ്കരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. 3, മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം ക്ഷോഭമായ രീതിയിൽ ശോഭിച്ചു മാധ്യമപ്രവർത്തകരോടും, പ്രത്യേകിച്ച് വേണു ഉൾപ്പെടുന്ന അന്നത്തെ ഈ വിഷയത്തിൽ അതിശക്തമായി പറഞ്ഞ നികേഷ് കുമാർ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരോട് വളരെ ക്ഷോഭിച്ചുകൊണ്ട് ദിലീപ് സംസാരിച്ചു. വേണുവിൻ്റെ വേണുനാഥമൊക്കെ അങ്ങ് ചാനലിൽ മതി എന്ന രീതിയിൽ ആക്ഷേപിക്കുക വരെ ചെയ്തതിൻ്റെ പിന്നിൽ സത്യം, അതായത് അയാളുടെ ഉള്ളിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് കൂട്ടി വായിക്കാൻ പറ്റൂ. ഇനി അടുത്ത വശമെന്ന് പറയുന്നത്, പതിയെ ഈ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്തും ഒളിവിൽ പോകാനോ മുങ്ങാനോ മാറി നിൽക്കാനോ ശ്രമിക്കാതെ ചോദ്യം ചെയ്യലിന് അയാൾ തയ്യാറാവുന്നു. ഏതെങ്കിലും രീതിയിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അയാളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ചോദ്യം ചെയ്യലിന് അയാൾ ഹാജരാകില്ല. അങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ദിലീപിനെ ഈ കേസിൽ പ്രതിയാക്കി കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന 376B വകുപ്പ് ചുമത്തി ഈ കേസിൽ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തിയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഓരോ ഘട്ടത്തിലും പുറത്തേക്ക് വന്നത്. ഒരു തവണ പോലും ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാതിരുന്ന പോലീസ് ദിലീപിനെയും പൾസർ സുനിയും ആണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ദിലീപിൻ്റെ ഒരു സെൽഫി പിക്ചറിൻ്റെ ദൂരെ ഏതോ ഭാഗത്ത് പൾസർ സുനി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ച് പുറത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്നു. മാധ്യമങ്ങൾ ഒന്നടങ്കം ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നു. കേരള പൊതുസമൂഹം മുഴുവൻ ദിലീപ് തന്നെയാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുന്നു. ഇവർക്കാർക്കും തന്നെ ദിലീപിന് ഈ വിഷയത്തിലുള്ള എന്ത് ഇടപെടലാണ് ദിലീപ് നടത്തിയതെന്നുള്ള യാതൊരു ബോധ്യവുമില്ലാതെ പിന്നീട് സാക്ഷികൾ വരുന്നു. ഈ ഓരോ സാക്ഷികളും പിന്നീട് പലരും എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഈ സാക്ഷികൾ എങ്ങനെയാണ് കൂറുമാറിയത്? ഈ സാക്ഷികൾ എന്ത് മൊഴിയാണ് ആദ്യം കൊടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും കൂറുമാറിയ സാക്ഷികളിൽ കാവ്യമാധവനുണ്ട്, നാദൃശയുണ്ട്, കാവ്യമാധവൻ്റെ സഹോദരനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ദിലീപിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ആദ്യം മൊഴി കൊടുത്തത്?
എന്തായാലും ഇവർ കൂറുമാറി ദിലീപിന് അനുകൂലമായ ഒരു മൊഴി കൊടുക്കണമെങ്കിൽ ആദ്യം ഇവർ കൊടുത്തേക്കുന്ന മൊഴി ദിലീപിനെതിരായിരിക്കണമല്ലോ. കാവ്യമാധവൻ ദിലീപിനെതിരായിരിക്കുമോ മൊഴി കൊടുത്തത്? നാദിർ ഷാ ദിലീപിനെതിരായിരിക്കുമോ മൊഴി കൊടുത്തത്? ഇതിൽ നാദിർ ഷയും, ഞാൻ മറ്റൊരു നടിയുടെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ ഈ അവസരത്തെ പറയാമെന്ന് എനിക്ക് എന്തായാലും പേര് ഞാൻ പറയുന്നില്ല. എന്നോട് ആ ഒരു നടി നേരിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. WCCയിലെ പ്രമുഖരായിട്ടുള്ള റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും എന്നെ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് എന്നെ കൊണ്ട് അവർ പറഞ്ഞ മൊഴി കൊടുപ്പിച്ചിട്ട് അവർ മുങ്ങിയതാണ് എന്ന് മലയാള സിനിമയിൽ ഈ മൊഴി കൊടുത്ത് പിന്മാറിയ ഒരു നടി എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെ ബോധപൂർവ്വം ഈ വിഷയത്തിലേക്ക് ഈ റീമാ കല്ലിങ്കലും ഈ രമ്യ നമ്പീശനും കൂടെ ചേർന്ന് കുടുക്കിയതാണെന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നീട് അവർക്ക് മൊഴി മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് അവർ കേൾക്കാത്ത കാര്യം. ദിലീപ് ഈ ഇരയാക്കപ്പെട്ട ഈ നടിയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് മറ്റവരാണ് പറഞ്ഞത്, അല്ലാതെ ഇവർ കേട്ടതല്ല. അതുപോലെ നാദിർ ഷാ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കൊടുത്ത മൊഴിയാണ്. താൻ നാദിർ ഷാ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ദിലീപിൻ്റെ ഈ വിഷയം പൾസർ സുനിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വരുന്നത്. അപ്പം നാദിർ ഷാ പറയുന്നുണ്ട്, സാറേ ദിലീപ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഏതെങ്കിലും രീതിയിൽ ദിലീപ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് എന്നോട് പറയും. അവൻ്റെ ഭാഗത്തൊരു വീഴ്ച പറ്റിയെങ്കിൽ അവൻ കുറഞ്ഞ പക്ഷം എന്നെ വിളിച്ച് പറയും, എടാ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നീ നാട്ടിൽ വരുന്ന സമയത്ത് പറയാം എന്നെങ്കിലും പറയും എന്ന് നാദിർ ഷാ പറഞ്ഞപ്പോൾ ഇവർ കൊടുത്ത മൊഴി എന്ന് പറയുന്നത്, നാദിർ ഷാ ദിലീപ് ഇപ്രകാരം പറഞ്ഞു, അതായത് എനിക്കൊരു തെറ്റുപറ്റി, നാട്ടിൽ വരുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് പറഞ്ഞ് നാദിർ ഷാ പറയാത്ത കാര്യം മൊഴിയാക്കി എഴുതി ചേർത്തു. ഇത്തരത്തിൽ ഇല്ലാത്ത കഥകളൊക്കെ ചേർത്ത് ദിലീപിന് ഈ നടിയോട് വിരോധമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോസിക്യൂഷനും പോലീസും ചേർന്ന് പല നാടകങ്ങളും കളിച്ചു. ഇനി എന്തിനാണ് ഈ നടിയോട് ദിലീപിന് വിരോധം തോന്നുന്നത് എന്നുള്ള ഒരു കോമൺ സെൻസിൽ അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഒരു മലയാള സിനിമയിൽ ഒരു നടി, ദിലീപിൻ്റെ ഒപ്പം 7 സിനിമകളിൽ അഭിനയിച്ച ഒരു നടി, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു, അവർ തമ്മിൽ ശത്രുത ഉണ്ടാകുന്നു. അതെല്ലാം മാറ്റിവെച്ചാലും ഈ നടി മലയാള സിനിമയിൽ നിന്നും പുറത്താകലിൻ്റെ വക്കലിലാണ്. കാര്യം അവസാന സമയമായപ്പോഴത്തേക്കൊക്കെ തന്നെ സിനിമകളൊക്കെ ഇല്ലാതായി സിനിമയിൽ നിന്ന് പുറത്താകുന്ന വക്കലിലേക്ക് എത്തി നിൽക്കുന്ന ഒരു നടിയെ 2012 വിവാഹ ജീവിതം വേർപ്പെടുത്തിയ ദിലീപ് പിന്നെ പ്രത്യേകിച്ച് 2016 കാവ്യമാധവനെ വിവാഹം കഴിച്ചതിന് ശേഷം എന്ത് വിരോധം തീർക്കാനാണ് ഇവർക്കെതിരെ ഇങ്ങനൊരു തൻ്റെ പുതിയ വിവാഹം കഴിച്ചു, താൻ ആഗ്രഹിച്ച കാമുകിയെ കല്യാണം കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മലയാള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഈ പെൺകുട്ടിക്ക് കൊട്ടേഷൻ കൊടുത്ത് ഉള്ള ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമോ? ഇത്രയും വിവരക്കേട് ഇയാൾ കാണിക്കുമോ? അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇനി അതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പരമമായ യാഥാർത്ഥ്യം, ദിലീപ് മഞ്ജു വാര്യർ തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയത് നിങ്ങൾ പറയുന്നത് പോലെ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി മഞ്ജു വാര്യർ ഡിവോഴ്സ് ആയതല്ല. ദിലീപേട്ടനാണ് മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. അതിനുള്ള കാരണങ്ങൾ ആരുടെ ഭാഗത്തെ തെറ്റാണെന്നും എന്തുകൊണ്ടാണ് മകൾ ദിലീപിനൊപ്പം പോയതെന്നും ദിലീപ് മഞ്ജു വാര്യർ വിവാഹബന്ധത്തിൻ്റെ കേസ് ഡയറി നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും അവിടെ നടന്ന വിചാരണ പുറത്താരും അറിയാതെ നടത്തണമെന്ന് ദിലീപേട്ടൻ എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ടതെന്നും തൻ്റെ ഭാര്യയ്ക്ക് പൊതുമധ്യത്തിൽ അപമാനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ വിചാരണ പുറം ലോകം അറിയരുതെന്നും ദിലീപേട്ടൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അന്നത്തെ കോടതി വിധി പുറത്തു വരാത്ത രീതിയിൽ മുങ്ങിപ്പോയത്. നാളിതുവരെ ആ ഒരു കാര്യം പുറം ലോകത്തോട് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വളരെ പേഴ്സണൽ സർക്കിളിൽ മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പൊതുസമൂഹത്തിൻ്റെ മുൻ ഭാര്യ ഏതോ ഭയങ്കര പവിത്രതയുള്ള ഭാര്യയും അവരെ ഉപേക്ഷിച്ച ദിലീപ് എന്തോ ക്രൂരനായി ഇവിടെ മാറുന്നതിൻ്റെ പ്രധാന കാരണം ഈ മുൻ ഭാര്യയെ എന്തിന് ദിലീപ് ഉപേക്ഷിച്ചു എന്നുള്ള പരമമായ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾ ആ കോടതി വിധിയിൽ പോയിട്ട് അന്നത്തെ കേസ് എടുത്തു വെച്ച് നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാകും. കുറഞ്ഞ പക്ഷം പൊതുവെ അമ്മമാർക്കൊപ്പം നിൽക്കുന്ന പെൺമക്കൾ എന്തുകൊണ്ടാണ് ഇവിടെ അമ്മയുടെ ഒപ്പം നിൽക്കാതെ അച്ഛൻ്റെ ഒപ്പം പോയി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പം ബാലയും നമ്മുടെ അമൃതയും തമ്മിലുള്ളൊരു ബന്ധം എടുത്തു നോക്കൂ. അവിടെ അമ്മയ്ക്കൊപ്പം ആ മകൾ പോവുകയാണ്. പൊതുവേ നമ്മൾ ഇത്തരം ഏത് കേസെടുത്താലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അമ്മമാർക്കൊപ്പം മകൾ പോവുകയാണ്. അച്ഛൻ്റെ ഭാഗത്ത് വലിയ തെറ്റ് സംഭവിച്ചിട്ട് കുടുംബ ബന്ധത്തിൽ അമ്മയെ ഉപേക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ് മക്കളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം കൂടെ നിങ്ങളൊന്ന് ഇരുന്നിട്ട് വേണം പല വിഷയങ്ങളിലേക്കും ഈ ധാർമ്മികത കൊണ്ടുവന്ന് കെട്ടി ഒരുവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നുള്ളത്. ഇനി ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ ദിലീപ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ചെയ്തില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇനി ഇതെല്ലാം കഴിയുക, പോലീസ് തങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇയാളെ വലിയ കുഴപ്പക്കാരനാക്കി ചിത്രീകരിച്ച്
ഇയാളെ വലിയ തെറ്റുകാരനാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് വലിയ രീതിയിലൊരു സെൻസേഷണൽ വാർത്തയാക്കി കോടതിക്ക് ഒരു രീതിയിലും ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജനരോഷം പുറത്ത് ആളിക്കത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇയാൾ ഇത്രയും ദിവസം ജയിലിൽ കിടക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കുമെന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഉറപ്പുണ്ടായിരുന്നത് നമ്മുടെ പോലീസിനും പ്രോസിക്യൂഷനുമാണ്. അപ്പോൾ ഈ കേസ് എത്ര കാലം നീട്ടിക്കൊണ്ടുപോയാലേ ഇവർ ആഗ്രഹിച്ച കാര്യം നടക്കത്തുള്ളൂ. ഇവരെന്താണ് ആഗ്രഹിച്ചത്? ഇവർ ആഗ്രഹിച്ചത് ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ കരിയർ പൂർണ്ണമായും ഇല്ലാതാക്കണം. ദിലീപ് തകർന്ന് തരിപ്പണമായി കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് എത്ര കാലം നടക്കാൻ പറ്റുമോ അത്രയും കാലം നടക്കണം. അതുകൊണ്ട് ഈ കേസിൻ്റെ വിധി ഒരു കാരണവശാലും എളുപ്പത്തിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ദിലീപ് തെളിവ് നശിപ്പിക്കാൻ നോക്കുന്നു. ദിലീപ് മൊബൈൽ ഫോൺ തരുന്നില്ല. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലീസ് ചോദിച്ചാൽ കൊടുക്കുമോ? ഇപ്പോൾ പലരും പറയും ദിലീപ് എന്തുകൊണ്ട് തന്നെ ഫോൺ കൊടുത്തില്ല എന്ന്. അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടാവും, അയാൾക്ക് മറ്റു പല ഇടപാടുണ്ടാവും, അയാൾക്ക് മറ്റു പല കാര്യങ്ങളും പോലീസിൽ നിന്ന് പോലീസിൻ്റെ മുന്നിലേക്ക് താൻ ഈ ലോകത്ത് ജീവിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സ്വയം കുഴിയിലേക്ക് പോകാനാണോ ഏതെങ്കിലും ഒരു വ്യക്തി ആഗ്രഹിക്കുക? അപ്പം പോലീസിന് ഫോൺ കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് അയാൾ വീണ്ടും ഒരു തെറ്റുകാരനായിട്ട് വരുന്നു. ഇതിൻ്റെ ഇടയിൽ പുതിയൊരു അവതാരത്തെ പൊക്കിക്കൊണ്ടുവരുന്നു. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന പുതിയൊരുത്തനെ പൊക്കിക്കൊണ്ടുവരുന്നു. അവൻ വന്നിരുന്നിട്ട് ദിലീപ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് മറ്റു കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അങ്ങനെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ദിലീപിനെതിരെ ഓരോന്ന് കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് ഈ പോലീസും പ്രോസിക്യൂഷനും ചേർന്നിട്ട് ഈ വിഷയം പരമാവധി നീട്ടിക്കൊണ്ടുപോയി. ഒരേ ഒരു ലക്ഷ്യം, എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുന്നോ അത്രത്തോളം ഈ മനുഷ്യൻ്റെ ജീവിതം തകർന്നു കിടക്കും. ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാകി അയാൾ മലയാള സിനിമയിൽ നിന്ന് പരിപൂർണമായും ഇല്ലാതായി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇങ്ങനൊരു വിധി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇത് നീട്ടിവെക്കാൻ പറ്റുന്ന കാലത്തോളം ഇത് നീട്ടിവെച്ചിട്ട് ഇപ്പോൾ ഈ നിമിഷം ഈ വിധി പറയുന്ന സമയത്ത് ഇനി ഈ വിധി ദിലീപ് സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണോ എന്നുള്ള കാര്യം ഇപ്പോൾ അതിജീവിതയുടെ വക്കീല് വലിയ രീതിയിൽ വായ്ത്താളം വിടുന്നുണ്ടായിരുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് അവരുടെ ഒപ്പം പഠിച്ചവരൊക്കെ ജഡ്ജിമാരാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, 100% നീതി കിട്ടും, എല്ലാ തെളിവുകളുമുണ്ട്. സകല ആൾക്കാരും വന്നിരുന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ തെളിവുകളുമുണ്ട്. അങ്ങനെ ഈ എല്ലാ തെളിവുകളും കൊണ്ട് ഇത്രയും വിവാദമായ ഒരു കേസിൽ ഒരു സെഷൻ കോർട്ട് ജഡ്ജിയുടെ മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാ തെളിവൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോർട്ടിലെ ഈ ജഡ്ജി 100% ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ ശിക്ഷിക്കും. കാരണം ഹൈക്കോടതിയിൽ പോയി അയാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതും. പണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികളെയൊക്കെ സെഷൻ കോടതി ശിക്ഷിക്കുകയും പിന്നീട് സുപ്രീം കോടതി വെറുതെ വിടുകയും ചെയ്തതാണ്. അപ്പോൾ സെഷൻ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്ന തെളിവുകളിൽ ഏതെങ്കിലും രീതിയിലൊരു തെളിവ് ഇയാളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 100% ദിലീപിനെതിരെ ഈ ഒരു വിധി ഉറപ്പായും വന്നേനെ. പക്ഷെ അങ്ങനെ വരാഞ്ഞതിൻ്റെ പ്രധാന കാരണം ഒരു രീതിയിലും, അതായത് ഇതുപോലെ തെളിവില്ലാത്ത ഒരു കേസ് ഈ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ രാമൻപിള്ള വക്കീൽ പോലും പറഞ്ഞത്. അത്രയും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് നമ്മളെല്ലാം പറയുന്നെങ്കിൽ നമുക്കെല്ലാം അഭിമാനിക്കാം, നമുക്കെല്ലാം സന്തോഷിക്കാം. കാരണം അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഈ വിധി വന്നേക്കുന്നത്. നോക്കൂ, 6 പ്രതികളെയും ശിക്ഷിച്ചു. ഈ കേസിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ 6 പ്രതികളെയും ഇവിടെ ശിക്ഷിച്ചിരിക്കുകയാണ്. അല്ലാതെ അവർ കാറിൽ വെറുതെ ട്രാവൽ ചെയ്തതാണ്, ഇങ്ങനൊരു പീഡനം നടന്നിട്ടില്ല, പൾസർ സുനി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയും കേസ് തെളിയിച്ചെടുക്കാമല്ലോ. പക്ഷേ ഇവിടെ ജഡ്ജ്മെൻറ്റ് മനോഹരമായ മികച്ച ഒരു ജഡ്ജ്മെൻറ്റാണ് വന്നത്. അപ്പോൾ ഇവിടെ 99% ദിലീപിനെയും ഈ കേസിൽ പ്രതിയാക്കി ദിലീപിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പമല്ല, അവൾക്കൊപ്പവും അതിജീവിതയ്ക്കൊപ്പവുമായിരുന്നെങ്കിൽ പൾസർ സുനി അടക്കം ഈ കേസിലെ 6 പേരും ശിക്ഷിക്കപ്പെട്ടപ്പോൾ സന്തോഷിക്കണമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി കോടതി നടത്തിയ മികച്ച വിധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവനെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ നടക്കുകയാണ്. എത്രയൊക്കെ നിങ്ങൾ എതിർത്തില്ലാതാക്കാൻ ശ്രമിച്ചാലും സത്യം ഏതൊക്കെ രീതിയിൽ ഈ സമൂഹത്തിൽ വിജയിക്കുമെന്നുള്ളതിൻ്റെ പരമമായ യാഥാർത്ഥ്യം കൂടിയാണ് ഈ വിഷയത്തിലെ കോടതി വിധി. അവൾക്കൊപ്പമാണ് കോടതി വിധി, അവൾക്കൊപ്പമാണ് ഞാനും കേരളീയ പൊതുസമൂഹവും, അവൾക്കൊപ്പം തന്നെയാണ് ഈ നാടും. പക്ഷേ അതിൻ്റെ അർത്ഥം അവനെ ഇല്ലാതാക്കുക അല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഈ നാട്ടിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പരിപൂർണമായും കേൾക്കാൻ കഴിയുമെങ്കിൽ മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയും.